ഹലോ ഗൈസ്, വെൽക്കം ടു സ്റ്റേ ട്യൂൺ ബൈ അതുൽ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഗാർഡൻ ടൂറാണ്. അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ടായതിനാൽ ഇത് ഒരു 3-5 പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ആദ്യം വെച്ചിരിക്കുന്നത് ഒരു മെഡിനില്ലയാണ്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഡാൻസിങ് ലേഡി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു പഴയ ബക്കറ്റിനകത്ത് മോർണിംഗ് ഗ്ലോറി 2 കളറ്, സാധാരണ ഒരു ലൈറ്റ് വയലറ്റും പിന്നെ ഒരു നീല കളറും അത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് റോസിൻ്റെ കളക്ഷനാണുള്ളത്. ആ റോസിൻ്റെ കളക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് പെൻറ്റാസിൻ്റെ കളക്ഷനുണ്ട്. അതിനടുത്ത് തന്നെയായിട്ട് ഇതിന് ചെറിയൊരു സെപ്പറേഷനുണ്ട്. അപ്പുറത്ത് മണ്ണും ഇപ്പുറത്ത് ടൈൽസ് ഇട്ടേക്കുന്നതും തമ്മിൽ. ചെറിയ പാർട്ടീഷൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ 2 മെലാസ്റ്റോമോ 2 കളർ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒരു പില്ലറിൻ്റെ മുകളിൽ വാട്ടർ പോപ്പിയാണ് വെച്ചേക്കുന്നത്. അതിന് ഒരു ഭംഗി ആകാൻ വേണ്ടിയിട്ട് ചുറ്റുപാടും റൂബി ഗ്രാസും റിയോ പ്ലാന്റും കൂടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഒരു ആർച്ചാണുള്ളത്. ഈ ആർച്ചിലാണ് ഞാൻ ശംഖുപുഷ്പവും അതുപോലെ തന്നെ എന്താ പറയുക, ബ്ലാക്ക് ഐഡ് സൂസൻ എന്നുള്ള ചെടിയും കൂടെ ഞാൻ കയറ്റി വിട്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് ഞാനവിടെ നമ്മുടെ യൂഫോർബിയ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആർച്ചിൻ്റെ അടിയിൽ കുറച്ച് തണൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളായിട്ടുള്ള ടൊറേനിയ, അതുപോലെ ചെറിയ സ്പൈഡർ പ്ലാന്റ്, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചൈനീസ് ബോൾസവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും അത്യാവശ്യം വെയിലും എന്നാൽ കിട്ടും, എന്നാൽ അത്യാവശ്യം തണലും ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് ഒപ്പം തന്നെ ആർച്ചിന് അടിയിലായിട്ട് ഞാൻ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. അതിൽ ആദ്യം വാണ്ടറിങ് ജൂ ഇട്ടിട്ടുണ്ട്, ഒരു ഓർക്കിഡ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് വള്ളികളെല്ലാം പടർന്നാൽ അത് കാണത്തില്ല, എന്നാലും ഞാനത് നേരത്തെ അറേഞ്ച് ചെയ്ത് ഇട്ടിരുന്നതുകൊണ്ട് പിന്നെ അത് മാറ്റാൻ പോയിട്ടില്ല. ഇനി ഇതിൻ്റെ അടിയിൽ കുറച്ച് വെയിൽ തീരെ വേണ്ടാത്ത ബിഗോണിയയും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. അതിന് അത്യാവശ്യം ഇപ്പോൾ വെയിൽ കിട്ടും. മാർച്ച് കഴിഞ്ഞുള്ള സ്ഥലത്ത് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ലെയർ മുഴുവനും ഗ്രൗണ്ട് ഓർക്കിഡാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പാർട്ടീഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആ പാർട്ടീഷൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ സീനിയ, അതുപോലെ തന്നെ രാജമല്ലി, അങ്ങനത്തെ ചില ചെടികളും വെച്ചിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഒരു സൈഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും. ഇത് പോർച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നീളത്തിൽ ഇത്രയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഉള്ള സ്ഥലത്ത് മാക്സിമം ചെടികൾ ഞാൻ വെച്ചിരിക്കുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടീഷൻ്റെ ഇപ്പുറമുള്ള ഭാഗമാണ്. അതായത് ടൈൽസിന് ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പുറത്ത് മണ്ണാണുള്ളത്. ആ ഭാഗത്ത് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് ചെടികൾ നമുക്ക് കാണാം. ഇവിടെ വെള്ള ചെത്തി, പിന്നെ അതുപോലെ തന്നെ ഈ ചുമന്ന പൂവിൻ്റെ പേരറിയാൻ വയ്യ. എനിക്ക് ആ ചുമന്ന പൂ അങ്ങനത്തെ കുറച്ച് ചെടികൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് തന്നെ കുറച്ച് മഞ്ഞ ചെത്തി വെച്ചിട്ടുണ്ട്. താഴെയായിട്ടൊരു ചെറിയൊരു മഞ്ഞ വാഴച്ചെടി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആർച്ച് അപ്പുറത്തായിട്ട് കാണാൻ പറ്റും. ആ ആർച്ചിൻ്റെ അപ്പുറത്തെ വശമാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇത് ആർച്ചിൻ്റെ ഇപ്പുറമുള്ള വശം, മണ്ണുള്ള ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ അടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഓറഞ്ച് കളറിലുള്ള 4 മണിപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു പിങ്ക് കളറിലുള്ള കുങ്ങിണിച്ചെടിയും വെച്ചിട്ടുണ്ട്. അടുത്ത് ഇവിടെ വെച്ചേക്കുന്നത് ഒരു പൗഡർ പഫ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ റെങ്കൂൺ ഫ്ലവർ, അതൊക്കെ ഇച്ചിരി സ്ഥലം വേണ്ട ചെടികളാണ്. അതുകൊണ്ട് നമ്മൾ ചട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ മണ്ണിലാണ് നട്ടേക്കുന്നത്. അതൊക്കെ ഇച്ചിരി ഹൈറ്റ് വെച്ച് മരമായിട്ട് വളരുന്ന ചെടികളാണ്. അതെല്ലാം ഞാൻ ഇപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അടുത്തത് പിന്നെയും ഞാൻ ഈ ചുമന്ന പൂവുള്ള ചെടിയാണ് ഞാൻ പിന്നെയും വെച്ചേക്കുന്നത്. കാര്യം ഇത് പ്രൊസഗേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. തണ്ട് മുറിച്ച് നട്ടാൽ മതി. ഇങ്ങേ അറ്റത്തോട്ട് ഞാൻ പിന്നെയും ഈ ചെടിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാനൊരു എന്തൊരു പേര് പറഞ്ഞല്ലോ, നന്ദിയാർവട്ടം ചെടി ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച രാജമല്ലിയുടെ ചുവട്ടിലായിട്ട്. പിന്നെ അടുത്തായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇലപ്പുള്ളി ചെടിയാണ്. അത് കഴിയുമ്പോൾ ഇങ്ങേ അറ്റത്തായിട്ട് ഒരു ഗന്ധരാജനും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇച്ചിരി സ്ഥലം വേണ്ട ചെടികളായതുകൊണ്ടാണ് ഞാൻ ഈ മണ്ണിൽ നട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മതിലിൻ്റെ അറ്റമായി. ഈ ഭാഗത്തെ ഇത്രയും ചെടികളേ ഉള്ളൂ. ഇന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അന്നേരം നാളെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നാളെ കാണാം. എൻ്റെ ഈ ഒരു വശത്ത് മാത്രം ചെടികളാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വശത്തെ ചെടികൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
വേണ്ട നിർദ്ദേശങ്ങൾ തരിക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.